നമസ്കാരം. അനിശ്ചിതത്വങ്ങൾ തീരുന്നില്ല തിരുവനന്തപുരത്ത് നിലകൊള്ളുന്ന F-35Bയെ സംബന്ധിച്ച്. യുദ്ധവിമാനം 1 മാസത്തോളം പണിമുടക്കി രാജ്യത്ത് തുടരുന്നതിനിടെ പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ബ്രിട്ടന് നേരിടേണ്ടി വന്നു. രാവും പകലുമായി തകരാറ് പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്നെത്തിയ 14 അംഗ വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘം ശ്രമം തുടരുകയാണ്. കൃത്യമായ കുഴപ്പം എന്താണെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ US-ലെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയിൽ നിന്നുള്ളവരും സംഘത്തിൽ ഉണ്ട്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറ് ഗുരുതരമാണ്. ഇത് എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയും ഇല്ല. എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയ F-35 യുദ്ധവിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണി അതീവ സുരക്ഷാ സംവിധാനത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ബ്രിട്ടനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ നോക്കുന്നത്. ഞായറാഴ്ച വൈകിട്ടോടെയാണ് പണികൾക്ക് തുടക്കമായത്. ചാക്കയിലെ 2-ാം നമ്പർ ഹാങ്ങറിനുള്ളിൽ ശീതീകരണ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കി F-35B സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശം മുഴുവൻ, ആ ഭാഗം മുഴുവൻ മറച്ചാണ് തകരാറ് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നുള്ള ദൗത്യ സംഘത്തിലുള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അല്ലാത്തവർക്ക് പ്രത്യേക അനുമതി അടക്കം വേണമെന്നാണ് പറയപ്പെടുന്നത്. ഹാങ്ങറിലേക്ക് മാറ്റിയ വിമാനം നിലവിൽ ബ്രിട്ടീഷ് സംഘത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ് തുടരുന്നത്. ആരെയും അതിൻ്റെ പരിസരത്ത് പോലും പോകാൻ അനുവദിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ വിമാനത്തിൻ്റെ വാടകയിൽ ചില ചർച്ചകളും നടക്കുന്നുണ്ട്. വാടക അടയ്ക്കാമെന്ന നിലപാടിൽ തന്നെയാണ് ബ്രിട്ടീഷ് റോയൽ നേവി. അതുകൊണ്ട് തന്നെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടുന്നതിൻ്റെ വാടക അദാനി കമ്പനി ബ്രിട്ടീഷ് അധികൃതരിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. F-35B യുദ്ധവിമാനത്തിൻ്റെ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ പ്രതിദിന ഫീസ് 10,000 മുതൽ 20,000 രൂപ വരെയാകാം. വിമാനം കഴിഞ്ഞ 24 ദിവസമായി വിമാനത്താവളത്തിൽ തന്നെ കഴിയുകയാണ്. വിമാനം ലാൻഡ് ചെയ്യാൻ 2 ലക്ഷം രൂപ വരെയാണ് വിമാനത്താവള നടത്തിപ്പുകാർക്ക് നൽകേണ്ടത്. യുദ്ധവിമാനത്തിന് പുറമെ കഴിഞ്ഞ ദിവസം വിദഗ്ധ എഞ്ചിനീയർമാരുമായി ബ്രിട്ടനിൽ നിന്നെത്തിയ എയർബസ് A400M അറ്റ്ലസ് വിമാനത്തിനും ലാൻഡിംഗ് ചാർജ് നൽകേണ്ടി വരുന്നതാണ്. നേരത്തെ സൈനിക വിമാനമായതുകൊണ്ട് തന്നെ ഇളവ് കൊടുക്കുന്നത് പ്രതിരോധ വകുപ്പ് പരിഗണിച്ചിരുന്നു. എന്നാൽ അത് ഭാവിയിൽ പലവിധ ചർച്ചകൾക്ക് ഇടയാക്കും. അതിനാൽ വാടക വാങ്ങാനാണ് തീരുമാനം. വിദഗ്ധ സംഘം എത്തി പരിശോധന തുടരുകയാണെങ്കിലും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ എപ്പോൾ പരിഹരിക്കാനാകുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല ഇതുവരെ. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. യുദ്ധവിമാനത്തിൻ്റെ തകരാറ് പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പൊളിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് നീക്കം. കഴിഞ്ഞ ജൂൺ 14-നായിരുന്നു ബ്രിട്ടൻ്റെ 5-ാം തലമുറ വിമാനമായ F-35B യുദ്ധവിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്. വിമാനത്താവളത്തിൻ്റെ 4-ാം നമ്പർ ബേയിൽ CISF-ന്റെ സുരക്ഷാ വലയത്തിലായിരുന്നു വിമാനം. വിദഗ്ധർ എത്തിയപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റുകയും ചെയ്തു. അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനായിരുന്നു F-35B വിമാനം തിരുവനന്തപുരത്തെത്തിയത്. വിദഗ്ധ പരിശോധനയിൽ വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും തകരാറ് കണ്ടെത്തിയിരുന്നു.